ഹലോ ചങ്കിലെ കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ ചെടി വെക്കാൻ പോവാണ്. ഇത് ഞാൻ അന്നേ ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഞാനിങ്ങനെ ചെടികൾ വെറുതെ കൊണ്ട് നട്ടതാണ്. കണ്ട, വെറുതെ നട്ടപ്പോൾ അത് നല്ല സൂപ്പർ ചെടികളായിട്ട് ഇത് രണ്ടിൻ്റെ സൈസാണ്. അപ്പോൾ ഞാൻ ഇതിനെന്ത് ചെയ്ത് കണ്ട, നല്ല കളർഫുള്ളായിട്ട് ഞാൻ വെറുതെ ഇതിൻ്റെ ചെടികൾ കൊമ്പുകളില്ലേ അതിന് വെറുതെ നട്ടതാണ്. നോക്ക്, അതിൽ വേരടച്ചു. അപ്പോൾ ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യാൻ പോകും. ഡിസൈൻ പറഞ്ഞാൽ ഞങ്ങളുടെ സ്ഥലം ഇത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ കുഞ്ഞിതായിട്ട് ഈ ചെടികളൊക്കെ ഇങ്ങോട്ട് വീടും മാറ്റിയിട്ട് നല്ല രസത്തിൽ വയ്ക്കാൻ പോകണേ. ഓക്കെ, അത് നമുക്ക് വെള്ളം വയ്ക്കാം. ഈ ചെടിയാകുമ്പോൾ നല്ല രസമായിരിക്കും. ഇത് നമുക്ക് ആദ്യം വയ്ക്കണേ. ഇതിങ്ങനെ തട്ടിയാൽ മതി. ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ വലിച്ചാൽ അത് നമുക്ക് ഫ്രഷായിട്ട് വരുന്നുണ്ട്. കണ്ട, ഞാനന്ന് സമ്പത്ത് കാലത്ത് ദൈവത്തിൽ വെക്കുന്ന പോലെ ഇതിങ്ങനെ വെച്ചതാണ്. ഇപ്പം നല്ല ഫ്രഷായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടാ. ഇതിനെടുത്തിട്ട് ഞാൻ ആദ്യം ഇത് ഒരെണ്ണം വെക്കണം. ഈ ചെടി ഒരു കളറ്. ഓക്കെ, ഇതിങ്ങനെ അറ്റിട്ടൊന്ന് വെച്ചോ. പിന്നെ അതിൽ നിന്നൊരു ഗ്യാപ്പ് വിട്ടിട്ട് നമ്മുടെ ഈ കളർ വെക്കാൻ പോകണേ. കണ്ടോ, ഈ ചെടി ഇത് വെക്കാൻ പോകും. നല്ല കളറാണ്. വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ നല്ല കളറാട്ടോ. ഇതിങ്ങനെ തട്ടിയിട്ട് നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാലേ അത്യാവശ്യം നമുക്ക് ബിസിനസ്സൊക്കെ ആക്കണമെങ്കിൽ സുഖമല്ലേ. ഒരു ചെടിക്ക് 10 രൂപ കിട്ടുമോ? അത് ഈ ഒരു ചെടി കൊടുത്താൽ 10 രൂപ കിട്ടുമോ? പറയൂ ഗൈസ്. ഓക്കെ, എന്തോ എനിക്കറിയില്ല. ഞാൻ ബഡ് നടാൻ പോകണേ. അത് അതിൻ്റെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇതേ ഇവിടെ നട്ടു കേട്ടോ. ഓക്കെ, ഇപ്പോൾ 2 കളറായില്ലേ. ഇനി അതിൻ്റെ അതേ സ്പേസ് വിട്ടിട്ടില്ലേ, ഇവിടെ ഒരെണ്ണം കൂടി വെക്കാൻ മതി. ഭയങ്കര മണ്ണ് കുറവായിട്ടാണ്. താമരക്കുളം ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കാം. ഡിസൈൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇങ്ങനെ വെക്കുക തന്നെയാണ്. ഇനി അതിൻ്റെ ഇവിടെ വീണ്ടും ഈ കളറാണ് കേട്ടോ വെക്കുന്നത്. ഒരെണ്ണം ഒരു ബീട്രൂട്ട് കളറാണെങ്കിൽ ഒരു സീബ്ര കളർ. ഓക്കെ, അങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കുകയാണ് ഞാൻ മക്കളെ. കണ്ടോ, ഇത് ഒക്കെ ഒരേ സ്പേസ് ഇങ്ങനെ കാണാൻ ലുക്കായിട്ടുള്ളത്. കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യാൻ അതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ. ഓക്കെ, ഇന്നത്തെ പണി ഇതൊക്കെയാണ്. ഇനി ബീട്രൂട്ട് കളർ വെക്കണം. ഓരോന്ന് വെക്കണം. അപ്പോൾ കാണാൻ ലുക്ക് ഉണ്ടാവും. ഒരടി കൊടുക്കാം, നല്ല പുറക്കുക, ഇവിടെ വെക്കുക. കളറുകൾ ഇങ്ങനെ ഇതൊക്കെ കളർ മാറുന്നു. അതാണ് ഇപ്പോൾ ടെൻഷൻ. വെയിൽ കൊള്ളുമ്പോഴേ കുഴപ്പമില്ലായിരുന്നേ. വെയിൽ പോയി കഴിഞ്ഞാൽ അത് കളർ മാറും. ഇപ്പോൾ മുകളിൽ വെച്ചത് കാരണം, അത് വീട്ടിൻ്റെ മുകളിൽ വെച്ചത് കാരണേ നല്ല കളറായിരുന്നു. പക്ഷെ ഇപ്പോൾ കളറില്ലാണ്ടായി. താഴത്ത് വെച്ച ഇവിടെ സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും. ഇതിങ്ങനെ വെച്ചിട്ട് ഇതേ കളർ കിട്ടുകയാണെങ്കിലേ സംഭവം പൊളിയാട്ടാ. ഇതേ കളർ തന്നെ കിട്ടുകയാണെങ്കിലേ സംഭവം പൊളിയായി. ഒരു മിനിറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ട, ഇതേ ഇപ്പോൾ നമ്മൾ വെച്ചത് കാണാം. ഇതേ കണ്ട, ഇങ്ങനെ വെക്കാൻ പോകണേ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ഇത്ര സ്ഥലമുള്ളൂ കേട്ടോ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് സ്ഥലമുള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മൾ വൃത്തിയോട് കൂടി ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത കളറ് വീണ്ടും തന്നെ എടുക്കാൻ പോകണേ. 2 തട്ട് കൊടുക്കുക, ഒരു വരി. വേരൊക്കെ ഇവിടെ എത്തിക്കണ്ട, വേരൊക്കെ ഇവിടെ എത്തിനെ. ഇത് ഇവിടെ വെച്ചിട്ടാ. ഓക്കെ, എന്നിട്ട് മണ്ണൊക്കെ കൊടുത്ത് കളർഫുൾ ആക്കണം ഇവിടെ. അടുത്ത് ഈ ചെടി, ഇത് നല്ല ഇതേ നമ്മൾ തൂക്കി വയ്ക്കുന്ന ചെടി കേട്ടോ. ഈ ചെടിയില്ല, ഇതിൽ നിറയെ പൂക്കൾ വരുന്ന മോളി ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നല്ല ചെടിയാണ്. പക്ഷെ ഞാൻ ഇത് ചെടി വേണം നിങ്ങൾക്ക് ആരെങ്കിലും വേണമെങ്കിൽ പറയും. ഞാനത് കേട്ടോ. തൽക്കാലം എല്ലാം ഒരു ഭാഗത്ത് ഇതെല്ലാം പിന്തെടുക്കാൻ പോകണേ. ഒരു ചേഞ്ച് ആക്കാൻ പോകണം കേട്ടോ. അപ്പം നല്ല ചെടികളാണ്. കണ്ടോ നിങ്ങൾ കൂട്ടുകാരേതാ, കണ്ടോ നല്ല പൂ വരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പൂവാണ് റെഡ് കളർ വരുന്നത്. ഞാൻ കാണിച്ചേ, ഒരു മിനിറ്റ് കാണണം നിങ്ങൾക്ക്. ഒരു സെക്കൻഡ് ഇതാ, ഇത് അവിടെ ഇരിക്കട്ടെ മക്കളെ. എൻ്റെ കയ്യിൽ ചളിയായല്ലോ. ദേ കണ്ട, നമ്മുടെ വീട്ടിൻ്റെ മുകളിൽ ഞാൻ തൽക്കാലം ഒരു ചെടി വെച്ചിരിക്കുന്നത് കണ്ട. പിന്നെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ താമരക്കുളത്തിൻ്റെ ലെവല്. താമര മുട്ടിട്ടുണ്ട്, കാണുമെന്നറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോസ് ഇടാനൊരു ആഗ്രഹം. അപ്പോൾ അത് കാരണം ഇടുകയാണ് കേട്ടോ മക്കളെ. ഓക്കെ, കാണുന്നുണ്ടോ? ലോങ് വീഡിയോസ് ഇടണേ. ലോങ് വീഡിയോസ് മക്കളെ സപ്പോർട്ട് ചെയ്യൂ.
എൻ്റെ വീഡിയോസ് കാണൂ. ഈ ചെടികളൊന്നും ഞാൻ വെക്കാറില്ലായിരുന്നു. പിന്നെ എൻ്റെ മമ്മി ഉണ്ടല്ലോ, മമ്മി കണ്ണൂർ മമ്മീൻ്റെ കൃഷി ബ്ലോഗ്, ഹൈമാവതി കൃഷി ബ്ലോഗ്, നമ്മുടെ മമ്മീൻ്റെ ഓരോരോ പ്രചോദനം കൊണ്ടാണ് ഞാൻ ഈ ചെടികളൊക്കെ വയ്ക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെ ചെടി വയ്ക്കാൻ അങ്ങനെ കൂട്ടല്ലായിരുന്നു. പിന്നെ ചെടികളെ സ്നേഹിക്കുന്നത്. എനിക്ക് മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. പട്ടി, പൂച്ച എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ്. അതിന് മാത്രം ഞാൻ കെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ നമ്മുടെ മമ്മിയുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ തുടങ്ങി. പിന്നെ മമ്മീനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാനും ചെയ്തു. പിന്നെ ഇങ്ങനത്തേക്ക് വെക്കാൻ തുടങ്ങി. ചെടികളോടൊക്കെ നല്ല ഹാപ്പിയായി. ഇങ്ങനെ രണ്ട് കൊട്ടുകൂട്ടായിട്ട് വയ്ക്കുക, അങ്ങനെ വെക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നിന്ന് എത്തുമ്പോൾ കളർ ചേഞ്ച് ആവും. കാരണം എന്താ പറയുക, ഇവിടെ സൂര്യപ്രകാശം കിട്ടില്ല. ഇത് ഇവിടുന്ന് ഒഴിവാക്കണം തോന്നുന്നല്ലോ. ഇതെല്ലാം പോകട്ടെ. മക്കളെ ഇഷ്ടമായോ നിങ്ങൾക്ക്? കുറച്ച് പണിയുണ്ട്. പച്ചിലൊരു കാലം. ഈ ചെടി ഇവിടെ സൂര്യപ്രകാശം കിട്ടിയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും കേട്ടോ. പക്ഷെ സൂര്യപ്രകാശം കിട്ടില്ല. അത് കാരണം ഒരു മനസ്സിക്കൊരു ടെൻഷനുണ്ട്. സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ ലുക്കായിരിക്കും കേട്ടോ. ഇതൊക്കെ പാവം ഈ ചെടികളൊക്കെ. ഈ കട്ടിൽ വെയിലൊക്കെ ഇല്ലേ, ഇത് വേറെ ഒരു സൈസ് കട്ടിൽ വെയിലാണ്. അതൊക്കെ തൂക്കിടുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ഹാങ്ങർ പ്ലാന്റാണ്, തൂക്കുന്ന പ്ലാന്റുകളാണ്, അങ്ങനെ ഇംഗ്ലീഷിൽ പറയുക. എനിവേ ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ. ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, അത് കളർ കാണിച്ചാൽ ഞാൻ. അത് കളർ ചേഞ്ചായി മാറിയിട്ടാ. ും സുന്ദരം ഇവച്ചിലമേഞ്ഞൊരു കാലം. ഈ തൽക്കാലം ഇതേ ഇവിടെ ആദ്യം വെച്ചപ്പോൾ കണ്ടത് ഇത് ആ കളർ ഇപ്പോൾ ഇങ്ങനെയായി. കണ്ട, കളറില്ലാതെയായി. പണ്ട് നല്ല കളറായിരുന്നു. കണ്ട, സൂര്യപ്രകാശം കിട്ടുമ്പോഴും കിട്ടാതിരിക്കുമ്പോഴുള്ള കളർ വ്യത്യാസം കണ്ടോ? കണ്ട, ഇപ്പോഴത്തെ ഈ കളർ നോക്കിയാണ്. കണ്ട, അതാണ് വ്യത്യാസം വരുന്നത്. എനിവേ ഞാനിവിടെ നടാൻ പോവാണ്. ഓ അങ്ങനെ എൻ്റെ പ്ലാന്റ് ഇവിടെ ഫുള്ള് വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇഷ്ടമായെങ്കിൽ പറയൂ. ഞാൻ അടുത്തത് മുകളിൽ വെച്ച് കാണിച്ചു തരാം. അതെ, നമ്മുടെ ചെടികൾ വെച്ച് കഴിഞ്ഞ് കണ്ട. ഓക്കെ, ലല ഇങ്ങനെയാണ് ഞാൻ വെച്ചത് കേട്ടോ. ഇനി ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ ഫുൾ വീഡിയോസ് ഇടാം. അപ്പോൾ നിങ്ങളിത് കണ്ടോ. ഇനി ഇവിടെ ഒരു വേറെ പ്ലാന്റ് വേണം, മുകളിൽ നിന്ന് എടുക്കണം. നമ്മുടെ താമരക്കുളമൊക്കെ ഉഷാറായിട്ടുണ്ട്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് തരൂ, കമൻറ്റ് തരൂ. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം.